2012 HBO ചാനല് ഒരു അമേരിക്കൻ പൊളിറ്റിക്കൽ ഡ്രാമ സീരീസ് ഇറക്കുന്നുണ്ട്. ദ ന്യൂസ് റൂം എന്നാണ് അതിന്റെ പേരില്. അപ്പോ ആ വീഡിയോസ് ഒക്കെ ചിലപ്പോൾ നമ്മളെ സ്റ്റാറ്റസിലോ സ്റ്റോറിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ സീരീസില് ഒരു ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ലേഡി ആ സ്റ്റേജിൽ ഇരിക്കുന്ന കുറച്ച് പ്രൊഫസേഴ്സ് കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്ക ലോകത്ത് ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കുറച്ച് ആളുകളൊക്കെ ചില മറുപടി പറയുന്നുണ്ട്. അമേരിക്ക ഫ്രീഡം കൊണ്ടാണ് ലോകത്തിന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന്. ചില ആളുകൾ പറഞ്ഞിട്ട് മാധ്യമത്തിന്റെ സ്വാതന്ത്ര്യം കൂടുതലാണ് എന്നുള്ളത് കൊണ്ട്. ചില ആളുകൾ സാമ്പത്തികം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ അതിലൊരു ക്യാരക്ടർ അയാൾ പറയുന്നൊരു മറുപടി ആ ലേഡിയോട് തിരിച്ചു ചോദിക്കാണ്. അമേരിക്ക എവിടെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്? എന്നിട്ട് അയാൾ ഒരുപാട് കണക്കുകൾ നിരത്തി കൊടുക്കുകയാണ്. അഥവാ വിദ്യാഭ്യാസത്തിൽ അമേരിക്കയുടെ സ്ഥാനം ഇത്രാം സ്ഥാനമാണ്, ശിശുമരണ നിരക്കിൽ ഇത്രാം സ്ഥാനമാണ്. അങ്ങനെ അമേരിക്കയുടെ സ്ഥാനങ്ങളെ കുറിച്ച് അയാൾ ഇങ്ങനെ എണ്ണാണ്. ഒരിക്കലും അമേരിക്ക ഒന്നാം സ്ഥാനമുള്ള ഒരു മേഖലയും അമേരിക്കക്കില്ല. പൂർണ്ണമായിട്ടില്ല എന്നുള്ളതല്ല, അമേരിക്കൻ ആധിപത്യം ചെലുത്തുന്ന ഒരു മേഖലയും അമേരിക്കക്കില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് അമേരിക്ക ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുക എന്നുള്ളതാണ്. ഗ്രേറ്റ് ആവുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ 2012 ഇറങ്ങിയ ആ ഒരു വീഡിയോക്ക് ഇന്ന് കൂടുതൽ റെലവന്റ് കൂടി വരികയാണ്. അതിന്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അതിനൊരു റെലവൻസ് ഇന്ന് കൂടി വരികയാണ് ഈ കാലത്തില്. കാരണം എന്താ വെച്ചാല് നമ്മള് ലോകം കുറച്ചൊന്ന് പിന്നോട്ട് പോയാല് ആദ്യ കാലഘട്ടത്തിൽ ലോകത്തിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ലോകം ഒരു മൾട്ടി പോളാർ സിസ്റ്റത്തിലേക്ക് പോയിരുന്നു. അഥവാ ലോകത്തെ എല്ലാ രാജ്യത്തിനും ഒരുപോലെ സ്വാധീനം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അന്ന് അമേരിക്കക്ക് ഉണ്ടായിരുന്നു, ജർമ്മനിക്ക് ഉണ്ടായിരുന്നു, ഫ്രാൻസിനുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും അന്ന് ലോകത്ത് സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീടാണ് കോൾഡ് വാർ നടക്കുന്നത്. ആ കോൾഡ് വാർ നടന്നതോടെ ലോകം രണ്ട് ചേരിയായി മാറി. ഒന്ന് USSR എന്നുള്ള ഭാഗവും മറ്റ് അമേരിക്ക എന്നുള്ള ഭാഗവും. പിന്നീട് കോൾഡ് വാർ അവസാനിക്കുന്നതോടെ USSR തകർന്നു പോവാണ്. അമേരിക്ക എന്നൊരു യൂണിപോളാർ സിസ്റ്റത്തിലേക്ക് ലോകം മാറി. ആ യൂണിപോളാർ സിസ്റ്റം ഇത്രയും കാലം അമേരിക്ക ആസ്വദിച്ച് ഇങ്ങനെ വരികയായിരുന്നു. അല്ലെങ്കിൽ പോലീസ് എല്ലായിടത്തും എല്ലാ രാജ്യത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഇനി വീണ്ടും എന്തായിട്ടുണ്ട്, ലോകം ഒരു മൾട്ടി പോളാർ സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട്. അഥവാ രാജ്യങ്ങളൊക്കെ അമേരിക്കയെ മതി, അമേരിക്കൻ പൊളിറ്റിക്സിനെ വെറുത്തു, അമേരിക്കയുടെ ഇടപെടലിനെ വെറുത്തു, അല്ല അമേരിക്ക സഹിച്ചത് മതി എന്നുള്ളതാണ്. അതിന് വ്യത്യസ്ത കാരണങ്ങളാണ് ഈ ചിന്തകന്മാർ, എഴുത്തുകാരന്മാരൊക്കെ, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് അമേരിക്കയുടെ ഇടപെടൽ തന്നെയാണ്. നമ്മളിപ്പോ ഈ റീസെന്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എന്നുള്ള രാജ്യത്ത് നിന്ന് ഈ അടുത്താണ് അമേരിക്കൻ സൈന്യം അവിടെ നിന്ന് വിട്ടുപോകുന്നത്. ഈ വെസ്റ്റ് ഏഷ്യയിലെ പല രാജ്യങ്ങളിൽ അമേരിക്ക എന്താക്കിയിട്ടുണ്ട്, കയറി കുട്ടിച്ചോറാക്കിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അഫ്ഗാനിസ്ഥാന്റെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ അത്രയും സൈനിക ബേസ് അവരുണ്ടായിരുന്നു. അത് പോയതിനു ശേഷം പിന്നെ താലിബാന്റെ കയ്യിലാണ് ഇത് ഉണ്ടായിരുന്നത്. അവർക്കൊന്നും ചെയ്യാൻ കഴിയണില്ല എന്നുള്ളതാണ്. എന്നാൽ എല്ലാ കാര്യത്തിലും കയറിയിട്ട് അവർ ഇടപെടും എന്നുള്ളതാണ്. അതിപ്പോ എന്തായിട്ടുണ്ട്, പണ്ടൊന്നും ഒരു രാജ്യവും അതിനെ എതിർത്തിട്ടില്ലായിരുന്നു. ഇന്ന് രാജ്യങ്ങൾ എന്തായി, അതിനെ എതിർക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ട്രംപ് പറയുന്നുണ്ട്, ആ യുദ്ധം അവസാനിക്കാൻ കാരണം ഞാൻ മോദിക്ക് ഫോൺ ചെയ്തിട്ട് തീരുവ കൂട്ടുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് യുദ്ധം അവസാനിച്ചത് എന്ന് പറയുന്നുണ്ട്. പൂർണ്ണമായിട്ട് ഇന്ത്യ തള്ളി കളഞ്ഞു. അന്ന് തന്നെ അല്ല, ഞങ്ങളായിട്ട് നിർത്തിയതാണെന്ന രീതിയിൽ പറഞ്ഞു. ഇതിനൊരു രസകരമായിട്ട് സംഭവം, ഇപ്പൊ ഈ അടുത്ത് നോബൽ പ്രൈസ് പ്രഖ്യാപിച്ച സമയത്ത് അതിന് കിട്ടിയതൊരു ലേഡിക്കാണ് നോബൽ പ്രൈസ് സമാധാനത്തിനുള്ള. അപ്പോ ആ സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയതിനിടയിൽ ഒരുപാട് കമന്റുകൾ, എന്തിന് ട്രംപിന് കിട്ടുന്നില്ല, ട്രംപിന് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ആണ്. അപ്പൊ അദ്ദേഹം ഈ പ്രവർത്തനമൊക്കെ നടത്തുന്നതിനിടയിൽ ചില ആളുകൾ അന്നേ അത് ട്രോൾ സെൻസിലായിട്ട് പറയുന്നുണ്ട്, അത് നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം എന്നുള്ളത്. അപ്പൊ ഇന്ത്യയെ പറയുമ്പോൾ തന്നെ വളരെ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട ഇതാണ് ഫലസ്തീൻ എന്നുള്ളത്. ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ അമേരിക്കയുടെ ഇടപെടൽ മൂലമാണ് ആ യുദ്ധം നിലനിൽക്കാത്തത് എന്ന് ലോകത്തെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഈവൻ ഇസ്രായേലിന്റെ ഇടപെടല് അത് അമേരിക്കയുടെ ഇതുകൊണ്ടാണ്. അപ്പൊ അമേരിക്കക്ക് എന്തുണ്ട്, വീറ്റോ പവർ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ UN യോഗത്തിൽ 120 രാജ്യങ്ങള് ഇസ്രായേലിനെ എതിർത്തായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്താകെ അമേരിക്ക, അർജന്റീന അടങ്ങുന്ന ആകെ 20 രാജ്യങ്ങൾ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എന്നിട്ടും അതിനുശേഷം യുദ്ധം തുടരുന്നുണ്ട്. കാരണം അമേരിക്ക എന്നുള്ള ഒരു ശക്തി ഇസ്രായേലിൽ ഉണ്ട് എന്നുള്ള. പക്ഷെ അപ്പൊ ആ 120 രാജ്യങ്ങളും എന്താണ്, അമേരിക്കൻ പവറിനെ ഇപ്പൊ പേടിക്കുന്നില്ല, അല്ലെങ്കിൽ അമേരിക്കൻ പവറിനെ എതിർത്തുകൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് അമേരിക്കയുടെ ഭരണത്തിൽ താല്പര്യമില്ല, അമേരിക്കൻ പോലീസിന് താല്പര്യമില്ല, അമേരിക്കൻ മിലിറ്ററി, UN മിലിറ്ററി, അമേരിക്കയുടെ പവർ, അതൊന്നും യാതൊരു പരിഗണനയും ഇല്ല എന്നുള്ളതാണ്. ഇറാന്, നോർത്ത് കൊറിയ അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ അമേരിക്കക്കെതിരെ എതിർത്ത് വന്നിരുന്നു. അമേരിക്കക്കെതിരെ ഭീഷണി ആക്കിയിട്ട് തന്നെ വന്ന കഥകൾ നമുക്കറിയാം. അമേരിക്കക്കെതിരെ പല രാജ്യങ്ങളും എതിർപ്പുണ്ട് എന്നുള്ളതാണ്. ഇതാണ് പ്രധാനപ്പെട്ട അമേരിക്ക ഒരു യൂണിപോളാർ സിസ്റ്റത്തിൽ നിന്ന് അമേരിക്കയെ മൾട്ടി പോളാർ സിസ്റ്റത്തിലേക്ക് അമേരിക്കയെ മാറ്റുന്നത്.
രണ്ടാമതായിട്ട് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ബ്രിക്സിന്റെ ഇടപെടലാണ്. ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു വല്ലാത്ത ബ്രസീല്, ആ, റഷ്യ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക രാജ്യങ്ങളല്ലേ. അപ്പൊ അവരുടെ ഒരു ഇടപെടല്, അപ്പൊ അവരുടെ ഇടപെടൽ എന്നല്ല, അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ട്. അപ്പൊ ഈ ബ്രിക്സ് എന്നുള്ള കൂട്ടായ്മ അവര് പുതുതായിട്ട് എന്താക്കുന്നുണ്ട്, കറൻസി കറൻസി ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ നിലവിൽ രാജ്യങ്ങള് അവരുടെ പൈസക്ക് മൂല്യം കണക്കാക്കുന്നത് ഡോളർ വെച്ചിട്ടാണ്. സാധാരണ രാജ്യങ്ങള് പൈസ അച്ചടിക്കല് ഗോൾഡ് റിസർവ് ചെയ്തിട്ടാണ്, അവരുടെ രാജ്യത്തെ റിസർവ് ചെയ്തിട്ടാണ് പൈസ അച്ചടിക്കുക. ആ ഗോൾഡിന്റെ മൂല്യത്തിനനുസരിച്ചുള്ള പൈസയാണ് അച്ചടിക്കുക. പക്ഷെ 1970 ഈ ഡോളറിന് മൂല്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ട്. അമേരിക്ക ഗോൾഡ് റിസർവ് ചെയ്യാതെ പൈസ ഓൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അച്ചടിച്ചെടുക്കും. ഇതിന് അവർക്ക് കിട്ടിയൊരു ഗുണം എന്ന് വെച്ചാൽ ജനങ്ങളുടെ അടുത്തേക്ക് സ്വാഭാവികമായിട്ട് ഇത്രയും അച്ചടിക്കണ സമയത്ത് ജനങ്ങളുടെ അടുത്തേക്ക് സ്വാഭാവികമായിട്ട് കൂടുതൽ പണം വരാൻ തുടങ്ങി. അവര് ഈ പണം കൊണ്ടുപോയിട്ട് അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും. ബാങ്ക് കമ്പനികൾക്ക് ലോൺ കൊടുക്കും പൈസ. എന്നിട്ട് ഈ കമ്പനികൾ എന്ത് ചെയ്യും, മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ഈ പൈസ വെച്ച് ബിസിനസ് ചെയ്യും. എന്നിട്ട് സ്വാഭാവികമായിട്ട് ഈ ടാക്സ് അമേരിക്കൻ ഗവൺമെന്റിനെ എടുക്കും. സ്വാഭാവികമായിട്ട് അമേരിക്ക സാമ്പത്തികമായിട്ട് ഉയരും. അങ്ങനെയാണ് അവർ ചെയ്തത്. പക്ഷെ സാധാരണ രാജ്യങ്ങൾ ചെയ്യുക ഗോൾഡ് റിസർവ് ചെയ്തിട്ടാണ് ചെയ്യുക. എന്നാൽ ഈ സമയത്ത് ബ്രിക്സ് കൊണ്ടുവരുന്നത്, ബ്രിക്സ് രാജ്യങ്ങൾ കൂടുതലായിട്ട് ഗോൾഡ്, ഇപ്പൊ ബ്രസീല്, നമ്മുടെ ഇന്ത്യ, റഷ്യ, സൗത്ത് ആഫ്രിക്ക, പിന്നെ കുറച്ച് രാജ്യങ്ങളും കൂടിയിട്ട് നിലവിൽ ഗോൾഡ് കൂടുതൽ റിസർവ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഇപ്പൊ ഗോൾഡിന്റെ റേറ്റ് കൂടാൻ കാരണം. ഇപ്പൊ അമേരിക്കയിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അന്ന് ബാങ്കിലേക്കായിരുന്നു ആൾക്കാർ പൈസ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ സ്റ്റോക്ക് മാർക്കറ്റ്, ബിസിനസ്സുകളൊക്കെ നല്ലധികം വളർച്ച ഇത് കാരണത്താൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇതിനോട് നെഗറ്റീവായിട്ട് അമേരിക്കയിൽ ബാധിച്ചത്, ആളുകൾ ഈ പൈസ ബാങ്കിലേക്ക് ആദ്യം കൊണ്ടുപോയിരുന്ന പൈസ നേരെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് ബാങ്കിന്റെ അടുത്ത് പൈസ ഇല്ല. അപ്പൊ ബാങ്കിന്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് ലോൺ കൊടുക്കാൻ കഴിയില്ല, ഗവൺമെന്റിന്റെ അടുത്ത് പൈസ കിട്ടണില്ല. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടിരുന്ന 40 ദിവസത്തോളം ചരിത്രത്തിൽ വലിയൊരു ഗവൺമെന്റ് ഷട്ട് ഡൗൺ അമേരിക്കയിൽ നടത്തിയിരുന്നുള്ളതാണ്. ഇത് മുതലെടുത്തിട്ടാണ് ഇപ്പൊ ബ്രിക്സ് രാജ്യങ്ങൾ റിസർവ് ചെയ്തിട്ട് ഓരൊരു ബ്രിക്സ് കറൻസിയും, അതായത് ഡോളറിന്റെ മൂല്യം മതി നമുക്ക് ബ്രിക്സിന്റെ പുതിയൊരു കറൻസി കൊണ്ടുവരാന്നുള്ളത്. അതുകൊണ്ടാണ് ട്രംപ് എന്ത് ചെയ്യണത്, തീരുവ കൂട്ടുന്നത്. ചൈനക്ക് തീരുവുണ്ട്, റഷ്യക്ക്, ഇന്ത്യക്ക് 40% തീരുവ കൂട്ടിയുള്ളത്. അത് ട്രംപിന്റെ എന്താണ് ഒരു തന്ത്രമാണ്. സാമ്പത്തികമായിട്ട് വീണ്ടും അവർക്ക് വളരണം എന്നുള്ളത് കരുതിയിട്ടാണ്. അപ്പൊ ഈ ബ്രിക്സ് രാജ്യങ്ങൾ ഒരിക്കലും വളരരുത്, അമേരിക്ക വളരണം എന്നുള്ളതാണ്. ട്രംപ് അതേ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റാണ് അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടി എന്ന് അറിഞ്ഞിട്ടും ട്രംപ് ക്രിപ്റ്റോ കറൻസിയെ നല്ലോണം പൊക്കി അടിക്കുന്നുണ്ട്. അതായത് പക്ഷെ ബ്രിക്സ് കറൻസിക്ക് ഗോൾഡ് റിസർവ് ചെയ്യണം. ബ്രിക്സ് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, അമേരിക്കയിലെ അമേരിക്ക ഒരു എന്താണ് ഒരു മുതലാളിത്ത രാജ്യമാണല്ലോ. ആ രാജ്യത്തിൽ അവർക്കിടയിലുള്ള മുതലാളിമാർ, ഇപ്പൊ എലോൺ മസ്ക് പോലത്തെ ആളുകൾ തന്നെ തമ്മിൽ അടിയാണ്. അത് ട്രംപും ഒരു എന്താണ് ഒരു ബിസിനസ്മാൻ ആണ്. അപ്പൊ അവർക്കിടയിലും ഒരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സാമ്പത്തികമായിട്ട് അവർക്ക് തന്നെ തിരിച്ചടിയാണ് അവർ നേരിടുന്നത്. അപ്പൊ ഇത് ലോകം എന്താണ് മനസ്സിലാക്കിയ ഒരു അവസ്ഥ മുതലെടുക്കുകയാണ്. അപ്പൊ ലോകത്തിലുള്ള മറ്റു രാജ്യങ്ങൾ, വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യം, ഇപ്പൊ ഇന്ത്യ, ചൈന, റഷ്യക്ക് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ കൺട്രിയാണ്. ചൈനക്ക് ഈ തമ്മിലടി മുതലെടുത്തിട്ട് AI വരെ കൊണ്ടുവരാൻ, AI വിപ്ലവം വരെ, അടുത്ത കോൾഡ് വാറിലേക്കുള്ള നീക്കം. ഡീപ്സീക്ക് നമുക്ക് പറയാം, ഡീപ്സീക്ക് വളരെ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഗ്രോക്ക്, മെറ്റ, പിന്നെ ChatGPT ഒക്കെ അവിടെ തമ്മിലടിക്കണം. ഇവിടെ ഡീപ്സീക്ക് ആളുകൾക്ക് കൂടുതൽ സ്വാധീനം ഒന്നുകൂടെ ഡീപ്സീക്കിനോടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ട് കാരണങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അമേരിക്കൻ പൊളിറ്റിക്സ് എന്നുള്ളത്. നമ്മൾ വളരെ ചർച്ച ചെയ്യേണ്ട സാധനമാണ്. ഇപ്പൊ ഇസ്രായേൽ ഫലസ്തീന്റെ വിഷയത്തില് നമ്മൾ ഇത് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈവൻ ഇപ്പൊ ഈ അടുത്ത് അമേരിക്കയില് ഒരു മുസ്ലിം മേയർ അധികാരത്തിൽ വന്നു. അത് ന്യൂയോർക്ക് സിറ്റിയില് സൊഹറാൻ മംദാനി, പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ്. ആ സിറ്റിയില് സൊഹറാൻ മംദാനി എന്ന് പറഞ്ഞ വ്യക്തി എന്തായി അധികാരത്തിലേക്ക് വരുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു. അപ്പോ അമേരിക്ക പണ്ട് എതിർത്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് അമേരിക്കയിലുള്ള ജനങ്ങൾ തന്നെ അമേരിക്ക എതിരായി നിൽക്കുകയാണ്. ഇപ്പൊ മൈഗ്രേഷൻ ആയാലും അഥവാ ഇസ്ലാമിഫോബിയ ആണെങ്കിലും അതൊക്കെ അമേരിക്കയിൽ തന്നെ തിരിച്ചടിയായി മാറുന്ന ഒരു അവസ്ഥയാണ്. ഈ അമേരിക്കൻ പൊളിറ്റിക്സിന്റെ പ്രത്യേകത ക്രിസ്ത്യൻ സയനിസ്റ്റ് എന്ന സംഭവമാണ് അമേരിക്കൻ പൊളിറ്റിക്സിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ ഒരു ആചാരമുണ്ട്, മില്ലണറീസ് എന്ന് പറഞ്ഞിട്ട്. അതായത് ക്രിസ്തുവിന്റെ 2ാം വരവിനെ സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ജെറുസലാമിലൊരു അമ്പലത്തില് ഈ റെഡ് ഹെഫർ മൊത്തം ഒരു ശരീരത്തിൽ മുഴുവൻ റെഡ് ആയിട്ടുള്ള, ഒരു രോമം പോലും വേറെ കളർ ഉണ്ടായിട്ടില്ല, മുഴുവൻ ചുവപ്പായിട്ടുള്ള ഒരു പശുവിനെ ബലി അർപ്പിച്ചാൽ
ക്രിസ്തുവിന്റെ രണ്ടാം വരവ് രണ്ടാം വരവ് പെട്ടെന്നാവും പെട്ടെന്നാവുന്നുള്ളതാണ്. വിശ്വസിക്കുന്ന ടീമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ യഹൂദികൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നേക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ സയനിസ്റ്റ് ഇസ്രായേൽ എന്ന രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ജെറുസലാം ഉള്ളത് ജോർദാൻ അടുത്താണ്. അതായത് പഴയ വെസ്റ്റ് ഏഷ്യന്റെ ഒരു ചെറിയ ഭാഗം, വെസ്റ്റ് ബാങ്കിന്റെ ചെറിയ ഈസ്റ്റ് ബാങ്ക് എന്നൊക്കെ പറയപ്പെടുന്ന സ്ഥലം. സ്വാഭാവികമായിട്ട് ജോർദാൻ മുസ്ലിങ്ങളെ കയ്യിലാണ്. അപ്പൊ മുസ്ലിങ്ങൾക്ക് ഈ ആചാരമില്ല, ബലി അർപ്പിക്കുന്ന ആചാരം മുസ്ലിങ്ങൾക്കില്ല, ഉള്ളത് യഹൂദികൾക്ക്. അപ്പൊ എങ്ങനെയെങ്കിലും യഹൂദികളെ കൈക്ക് ഈ സ്ഥലം കിട്ടിയിട്ട് അവർ ബലി അർപ്പിക്കണം എന്നാണ് ക്രിസ്ത്യൻ സയനിസ്റ്റിന്റെ ആവശ്യം. അപ്പം അമേരിക്കയിലാണ് ഇവർ കൂടുതലായിട്ടുള്ളത്. അപ്പം നടപ്പിലാവണമെങ്കിൽ ഇസ്രായേലിന്റെ ഒരു സഹായം ആവശ്യമാണ്. അമേരിക്കൻ ഇലക്ഷനിൽ ഇത് കൂടുതലായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. കാരണം യഹൂദികൾ അല്ലെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു വരുന്ന ഒരു ഭരണാധികാരിക്കാണ് കൂടുതലായി സ്വാഭാവികമായിട്ട് ജനങ്ങൾ വോട്ട് കൊടുക്കുക. അതേമാതിരി ഈ റിപ്പബ്ലിക് പാർട്ടിയാണ് ഇത് കൂടുതലായിട്ട് മുതലാക്കുന്നത്. അതായത് ഞങ്ങളെ വോട്ട് ഇസ്രായേലിനാണ് എന്നുള്ള സംഭവത്തിലൂടെ വരിക. ഈവൻ ഈ മേയർ ഇലക്ഷന്റെ സമയത്ത് വരെ സൊഹ്റ മംദാനി അടക്കുന്ന കുറച്ച് ആൾക്കാരെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഒരു ലേഡി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഒരു മേയർ ആയതിനു ശേഷം ആദ്യം എവിടേക്കാ പോവുക എന്നുള്ള ക്വസ്റ്റ്യന് ഒരു പ്രധാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും സൊഹ്റ മംദാനി ഒഴികെ എല്ലാവരും ഞങ്ങൾ ഇസ്രായേലിലേക്ക് പോകുന്ന പറയുന്നത്. പക്ഷെ സൊഹ്റ മംദാനി അവിടെ പറയുന്ന സംഭവം, എന്നെ തെരഞ്ഞെടുത്തത് ന്യൂയോർക്കിലെ ജനങ്ങളാണ്, ഞാൻ ന്യൂയോർക്കിലേക്കാണ് ആദ്യം പോകുക എന്ന് പറയുന്നുണ്ട്. ഇതിന് പിന്നിൽ വേറെ ഈ മാഗ എന്ന് പറയും, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. നേരത്തെ വന്ന ട്രംപിന്റെ ഇലക്ഷൻ ക്യാമ്പയിന്റെ ഒരു ഭാഗമായിരുന്നു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അതായത് 2011 സംഭവിക്കണ 9/11 ഉണ്ട്, വേൾഡ് ട്രേഡ് സെന്റർ തകർക്കുന്ന സംഭവം. അതിനുശേഷം ഒബാമ അധികാരത്തിൽ വരുന്ന സമയത്ത് അമേരിക്കൻ ക്രിസ്ത്യാനികൾക്ക് ഇതിലൊരു വികാരം വന്ന്, അതായത് ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്ന് ബ്ലാക്ക് പീപ്പിളിലേക്കും മുസ്ലിങ്ങളിലേക്കൊക്കെ അമേരിക്കന്റെ അധികാരം പോകുമെന്നുള്ള ഒരു പേടി വന്നു. അന്ന് ട്രംപ് യൂസ് ചെയ്ത സംഭവമാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അതായത് ക്രിസ്ത്യാനികളെ എടുത്തേക്കാൻ എത്തുക, അമേരിക്കയെ ഗ്രേറ്റ് ആക്കുക എന്നുള്ള സംഭവം. അത് തന്നെയാണ് വീണ്ടും ബൈഡനെതിരെ വീണ്ടും ട്രംപ് ഉപയോഗിച്ചത് ഇതേ സംഭവമാണ്. പക്ഷെ രണ്ടാമത് ട്രംപ് ഈ മാഗ എന്നുള്ള ഉപയോഗിച്ച സമയത്ത് ട്രംപിനെതിരായിട്ടാണ് സംഭവം വരുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ട്രംപ് ചെയ്യുന്നത് മൊത്തം മേക്ക് ഇസ്രായേൽ ഗ്രേറ്റ് അഗെയിൻ. ഇസ്രായേലിന് വേണ്ടിയായിരുന്നു കാര്യമായിട്ട് ട്രംപിന്റെ പ്രവർത്തനം. അമേരിക്ക മൊത്തം എന്താക്കിയിരുന്നു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് മൂപ്പര് കൊണ്ടുവന്നത്. ആ സംഭവമാണ് സൊഹ്റ മംദാനി മുതലാക്കിയിട്ട് ഞാനേ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിനും ട്രംപ് മേക്ക് ഇസ്രായേൽ ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ചിന്ത ജനങ്ങളിലേക്ക് ഇട്ടിട്ടാണ് സൊഹ്റ മംദാനി വിജയിക്കുന്നത്. ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വാക്കേണ്ട ജോൺ എഫ് കെന്നഡിന്റെ ഒരു കൊലപാതകം ഉണ്ട്, അമേരിക്കന്റെ ഇസ്രായേലിന്റെ സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. കാരണം ജോൺ എഫ് കെന്നഡി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അധികാരത്തിലേറ്റതിന് ശേഷം എന്തായില്ല, ഇസ്രായേലിൽ പോയിട്ട് ആ അമ്പലത്തിൽ പോയിട്ട് ഒരു മതിൽ ജെറുസലേമിലെ വാളിൽ പോയിട്ട് എല്ലാവരും ഒരു പ്രതിജ്ഞ ചെയ്യാറുണ്ട്. ഇവൻ കഴിഞ്ഞ ന്യൂയോർക്കിന്റെ മേയർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇസ്രായേലിലേക്ക് പോയിട്ട് പറയുന്നത്, ഞാൻ മേയർ എന്ന നിലക്ക് ഇസ്രായേലിനെ സർവ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പോയി പറഞ്ഞത്. ഇസ്രായേലിന് വേണ്ടി സേവനം നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറയുന്നത്. ഒരു അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള മേയർ പോയിട്ട് അപ്പുറത്തെ രാജ്യത്ത് പോയിട്ട് പറയാണ് ഞാൻ നിങ്ങളെയാണ് സർവ് ചെയ്തത് എന്ന് പറയാം. അതും അമേരിക്കയെക്കാൾ വളരെ കുറച്ച് ജനങ്ങളുള്ള ഒരു ആദ്യത്തെ. പക്ഷെ അപ്പൊ ഇസ്രായേലിന്റെ ഒരു സ്വാധീനം, ഒരു സയണിസം, ക്രിസ്ത്യൻ സയണിസം എത്രത്തോളം സ്വാധീനിച്ചു. ജോൺ എഫ് കെന്നഡിക്ക് അതാണ് പറ്റി. ജോൺ എഫ് കെന്നഡി ഇത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒരാഴ്ചക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് കൊല ചെയ്യപ്പെടുകയാണ്. അത്രയും പവർ ഉള്ള ഒരു അമേരിക്കക്ക് ആ കേസ് പിന്നീട് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പൊതുവായിട്ടുള്ള ഒരു പാർക്ക് വെച്ചിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് കൊല ചെയ്യപ്പെടുന്നത്. അപ്പൊ എത്രത്തോളം അമേരിക്കൻ സയൻസത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ലോകത്തിന് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. ഈ സംഭവങ്ങളും അമേരിക്കയുടെ പൊളിറ്റിക്സും അമേരിക്കയുടെ ലോകത്തുള്ള മറ്റു രാഷ്ട്രങ്ങളിലുള്ള ഇടപെടലുകളും പ്രധാനമായിട്ടും ആളുകൾക്ക് അമേരിക്കയെ കൂടുതലായിട്ട് അടുപ്പിക്കാൻ പറ്റാത്ത അമേരിക്കയുടെ ഇടപെടലുകളാണ്. സാമ്പത്തികപരമായിട്ടാവട്ടെ, അവർ രാജ്യത്ത് കയറിയിട്ടാണ് ഇടപെടുകയാണ്. അവരുടെ രാഷ്ട്രീയ കാര്യത്തിലാവട്ടെ, ഖത്തറിൽ പോയിട്ട് ബോംബിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ പല ഇതുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഇടപെടുക, ആ കാര്യങ്ങൾ ടേൺ അടിച്ച് തിരിച്ചു പറയുക. ട്രംപിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഇതാണ്. ഇനിയിപ്പോ ഏത് ഭരണാധികാരി ആവട്ടെ, അമേരിക്കയിൽ വന്ന ഏത് പ്രസിഡന്റുമാരാവട്ടെ, അമേരിക്കയെ പരമാവധി ഇസ്രായേലിന്റെ അടിമകളാക്കി ജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്താക്കുന്നത്, ഇന്ന് ലോകം ഒരു മൾട്ടി പോളാർ സിസ്റ്റത്തിലേക്ക് എന്താവുന്നത്. ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി അമേരിക്കയെ വേണ്ട, അങ്ങനെ ആവശ്യമില്ല. എല്ലാവർക്കും അവരുടെ സ്വത്തം നിലനിർത്തുക എന്നുള്ള, അവരുടെ നാഷണാലിറ്റി
ഉയർത്തിപ്പിടിച്ചിട്ട് ലോകത്തിന്റെ മുന്നിൽ വരിക എന്നുള്ളതാണ്. അപ്പൊ പല രാജ്യങ്ങൾക്കും അതൊരു സൗകര്യമാണ്. അവർ ചെറിയ ചെറിയ രാജ്യങ്ങളെ കൂട്ടിപ്പിടിച്ച് അധികാരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ ആവശ്യം ഇന്ന് ലോകത്തിനില്ല. എല്ലാവരും ഒരു മൾട്ടി കൾച്ചറിലേക്കാണ് മാറുന്നത്, മൾട്ടി നാഷണൽ സിസ്റ്റത്തിലേക്കാണ് ആളുകൾ മാറുന്നത് എന്നാണ് ഇപ്പൊ ലോകത്തിന്റെ ഒരു പോക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.